നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിലെ തെങ്കാശിയിലുണ്ടായ വാഹനാപകടത്തിൽ പ്രവാസി മലയാളിക്കും ബന്ധുവിനും ദാരുണാന്ത്യം. കൊല്ലം കല്ലുവാതുക്കൽ അടുതല കുരാപ്പള്ളി വാളകത്ത് ജിജു വിലാസത്തിൽ ജിജു തോമസ്, ജിജുവിൻ്റെ മാതൃ സഹോദരപുത്രൻ കടയ്ക്കൽ മണ്ണൂർ മാങ്കുഴിക്കൽ പുത്തൻ വീട്ടിൽ സിഞ്ചു കെ നൈനാൻ എന്നിവരാണ് തിങ്കളാഴ്ച പുലർച്ചെ 4-ന് കൊല്ലം തമിഴ്നാട് തിരുമംഗലം ദേശീയപാതയിൽ അരുണാച്ചി മെയിൻ റോഡിന് സമീപത്ത് നടന്ന വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടത്. മകളുടെ 1ാം പിറന്നാൾ ആഘോഷിക്കാൻ നാട്ടിലെത്തിയതായിരുന്നു ജിജു. ജിജുവിൻ്റെയും ബന്ധുവിൻ്റെയും മരണവാർത്തയറിഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ് UAE-യിലെ ബന്ധുക്കളും സുഹൃത്തുക്കളും. കഴിഞ്ഞ 6 വർഷമായി UAE-യിലുള്ള ജിജു ദുബായ് ജുമൈറയിലെ ഒരു ഹോട്ടലിൽ കിച്ചൺ സൂപ്പർവൈസറായിരുന്നു. ബുധനാഴ്ച ദുബായിലേക്ക് തിരിച്ചു പോകാനിരിക്കെയായിരുന്നു അപകടം സംഭവിച്ചത്. മകളുടെ പിറന്നാൾ ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് 2 കുടുംബാംഗങ്ങളുമൊത്ത് വേളാങ്കണ്ണിയിലേക്ക് പോയത്. പുളിയങ്കുടി ദേശീയപാതയിൽ 6:15-നായിരുന്നു അപകടം നടന്നത്. പുലർച്ചെ 2 മണിയോടെ ഇവർ സഞ്ചരിച്ച സൈലോക്കാർ അരുളാച്ചി ജംഗ്ഷന് സമീപം ടയർ പഞ്ചറായതിനെ തുടർന്ന് ചെറിയൊരു പാലത്തിൻ്റെ കൈവരികളിൽ ഇടിച്ചു. അതോടെ കാർ അവിടെ ഒതുക്കിയിട്ട ശേഷം കാറിലുണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെ നാട്ടിലേക്ക് ബസ്സിൽ കയറ്റിവിട്ടു. വിവരമറിഞ്ഞ് തന്റെ റിക്കവറി വാഹനവുമായി അപകടത്തിൽപ്പെട്ട കാർ നീക്കം ചെയ്യാനായി എത്തിയതായിരുന്നു ശിവകാശി സ്വദേശിയായ രാജശേഖർ. മൂവരും ചേർന്ന് റോഡിന്റെ വലതുവശത്ത് കിടന്ന കാറ് കെട്ടിവലിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമത്തിനിടെ കോവൈ തെങ്കാശി റൂട്ടിലോടുന്ന ആരതി ട്രാവൽസിന്റെ ഒമിനി ബസ് റോഡിന്റെ വലതുവശത്ത് നിൽക്കുകയായിരുന്ന 3 പേരെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. 3 പേരും സംഭവ സ്ഥലത്ത് തന്നെ കൊല്ലപ്പെട്ടു. മൃതദേഹങ്ങൾ ചതഞ്ഞെറിഞ്ഞ നിലയിൽ റോഡിൽ കിടക്കുകയായിരുന്നു. ബസ് ഓടിച്ചിരുന്ന കോവൽപ്പെട്ടി സ്വദേശി ജയപ്രകാശിനെ വസുദേവനല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ബസ് ഡ്രൈവർ ഉറങ്ങിപ്പോയതായിരുന്നു അപകട കാരണം. കൊല്ലം അഷ്ടമുടി ഹോസ്പിറ്റലിൽ നഴ്സായ ജിബിയാണ് ജിജു തോമസിന്റെ ഭാര്യ. സംസ്കാരം ഇന്ന് അടുതല സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ നടക്കും. UAE റാസൽ ഗൈമയിലെ സ്റ്റീഫൻ റോക്ക് കമ്പനിയിൽ ഹെവി വെഹിക്കിൾ ഓപ്പറേറ്ററായ സിഞ്ചു കെ നൈനാൻ 6 മാസം മുമ്പാണ് നാട്ടിലെത്തിയത്. 3 മാസം മുമ്പ് വീട്ടുമുറ്റത്ത് കാൽവഴുതി വീണ് ഇടതുകാൽ ശസ്ത്രക്രിയ നടത്തിയിരുന്നു. പരിക്ക് ഭേദമായി മരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിനിടെയാണ് വേളാങ്കണ്ണിക്ക് യാത്ര പോയത്. ഭാര്യ നിഷ വർഗീസ് കുണ്ടറയിലെ സ്വകാര്യ സ്കൂളിൽ അധ്യാപികയാണ്. മകൾ അഫിയ. വിദേശത്തുള്ള ബന്ധുക്കൾ നാട്ടിലെത്തിയ ശേഷം സിഞ്ചുവിൻ്റെ മൃതദേഹം മണ്ണൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.